സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാർ ഒടുവിൽ BJP പാളയത്തിൽ എത്തിയിരിക്കുകയാണ്. BJP അംഗമായല്ല 2020-യിലൂടെയാണ് അഖിൽ മാരാരുടെ NDA പ്രവേശനം. കോൺഗ്രസ് അനുകൂല നിലപാട് പ്രകടിപ്പിച്ചിരുന്ന അഖിൽ മാരാർ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പാർട്ടിയുമായി സീറ്റ് ചർച്ചകൾ പോലും നടത്തിയിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. VD സതീശന്റെ പുതുയുഗ യാത്രാ വേദിയിലെത്തിയാകും അഖിലിന്റെ കോൺഗ്രസ് എൻട്രി എന്നും അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അഖിൽ മാരാരുടെ പ്രസംഗവും ലിസ്റ്റ് ചെയ്യപ്പെട്ടതായി പോലും വാർത്തകൾ വന്നിരുന്നു. ഇതിനെല്ലാം ഇടയിൽ ഞൊടിയിടയിലായിരുന്നു NDA ലാവണത്തിലേക്കുള്ള അഖിൽ മാരാരുടെ ചാട്ടം. അഖിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് പറഞ്ഞു. എന്തായിരുന്നു പൊടുന്നനെയുള്ള നിലപാട് മാറ്റത്തിന് പിന്നിൽ? ബിഗ് ബോസ് ഇമേജ് വോട്ടാക്കി മാറ്റാൻ അഖിൽ മാരാർക്ക് സാധിക്കുമോ? ആദ്യം കാണാം RDX ആപ്പിലേക്ക്. 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അഖിൽ മാരാരുടെ 2020 പ്രവേശന പ്രഖ്യാപനം. 2020-യിലേക്ക് കടന്നുവരുന്ന പ്രഗത്ഭരുടെ പട്ടികയിലാണ് സാബു എം ജേക്കബ് അഖിൽ മാരാരെ പരിചയപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിൽ മാരാർ മത്സരിക്കുമെന്നും പ്രഖ്യാപനം. മണ്ഡലമേതെന്ന് NDA നേതൃത്വമാകും സ്വീകരിക്കുക എന്ന് സാബു എം ജേക്കബ് പറഞ്ഞു. ക്രാന്തദർശിത്വമുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് 2020 എന്ന് അഖിൽ മാരാർ പറഞ്ഞു. കിഴക്കമ്പലം വികസനത്തിന് മാതൃകയാണ്. തനിക്ക് ചേരാൻ അനുയോജ്യമായ പാർട്ടിയാണ് 2020 എന്നും അഖിൽ മാരാർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഭരണമാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താൻ. അതുകൊണ്ട് പലപ്പോഴും UDF അനുകൂല നിലപാടെടുത്തിട്ടുണ്ട്. രാജ്യത്തിന് അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ പലരും സംഖ്യയാക്കി മാറ്റി. ശരിയായ നിലപാട് സ്വീകരിക്കുകയാണ് ഇതുവരെ ചെയ്തു പോന്നിട്ടുള്ളതെന്നും അഖിൽ മാരാർ പറയുന്നു. അഖിൽ മാരാർ NDA സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ അഖിൽ മാരാർ ഇടം പിടിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സീറ്റ് കാര്യത്തിൽ ധാരണയാകാതിരുന്നതോടെയാണ് രാഷ്ട്രീയ മാറ്റമെന്നാണ് സൂചന. RDX ന്യൂസ് മലയാളം. താനൊരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ് എന്നാണ് അഖിൽ മാരാർ അവകാശപ്പെടുന്നത്. അത് ചിലപ്പോൾ BJP അനുകൂലമോ UDF അനുകൂലമോ എല്ലാമാകും. താൻ കോൺഗ്രസിനകത്ത് വേണോ പുറത്ത് വേണോ എന്ന് ചിന്തിക്കേണ്ടിയിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ അതുണ്ടായില്ലെന്നും അഖിൽ മാരാർ ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞാൻ കുറച്ച് സ്വതന്ത്ര ചിന്താഗതി പിന്തുടരുന്ന ആളാണ്. എൻ്റെ പ്രതികരണങ്ങളിൽ പലതും UDF-ന് അനുകൂലമായിട്ടുണ്ടായിരുന്നു. UDF-ന് വേണ്ടിയിട്ട് പലപ്പോഴായിട്ടും സംസാരിക്കേണ്ട സാഹചര്യം വന്നതും അത്തരം ഒരു പ്രതിപക്ഷ നിരക്ക് കരുത്ത് പോരുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. എന്താണ് 2030 സംഭവിക്കാൻ പോകുന്നത്, എന്താണ് 2035-ലും 40-ലും നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകേണ്ട അറിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കൊടുക്കാൻ കഴിയണമെങ്കിൽ വിഷണറി ആയിട്ടുള്ള ദീർഘവീക്ഷണമുള്ള കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ ക്രാന്തദാർശനികമായ ചിന്തകൾ പങ്കുവയ്ക്കാൻ ശേഷിയുള്ള നേതാക്കന്മാർ വരണം. നാടിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ വരുംകാല തലമുറയുടെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇന്ന് ഈ കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നും 80-ലും 90-ലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് മറ്റു കാര്യങ്ങൾ വിശദീകരിക്കാം. ആദ്യം കോൺഗ്രസിനെ പുകഴ്ത്തുകയായിരുന്നു അദ്ദേഹം, അഖിൽ മാരാർ. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പലപ്പോഴും കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയമാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. തുടർ ഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹമെന്ന് പരസ്യമായി തന്നെയും അദ്ദേഹം പറയുകയുണ്ടായി. ആര് മുഖ്യമന്ത്രിയായാലും തനിക്കടുപ്പമുള്ള ആളാകും എന്നത് ഉറപ്പാണെന്ന് വരെ അഖിൽ മാരാർ പറഞ്ഞത് ആളുകൾക്ക് ഓർമ്മയുണ്ട്. രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലതവണ പങ്കുവച്ചത് നമ്മൾ കണ്ടു. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉച്ചയൂണ് കഴിക്കുന്നതിൻ്റെ വരെ ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു ഈ സമീപകാലത്ത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാടുകളെ പ്രശംസിച്ചും നിരവധി പോസ്റ്റുകൾ അഖിൽ മാരാർ ഫേസ്ബുക്കിലിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം സതീശനെ പിന്തുണച്ച അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയുടെ വിജയത്തിനായി സഹായങ്ങൾ ചെയ്യുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതെല്ലാം നടന്നിട്ട്. പക്ഷേ അവസാനം കാന്തപുരം നരേന്ദ്രമോദിയെ കണ്ട ശേഷം നടത്തിയ പ്രസ്താവനയിൽ അസ്വസ്ഥനായത് സതീശനെന്ന് അഖിൽ മാരാർ പറഞ്ഞപ്പോഴാണ് ചെറിയൊരിളക്കം. PFIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ഇല്ലാത്ത അസ്വസ്ഥത VD സതീശന് എന്ന് പറഞ്ഞ് അദ്ദേഹം നിലപാട് മാറ്റി. മുസ്ലിം മതപണ്ഡിതർക്കില്ലാത്ത ആവലാതി പ്രതിപക്ഷ നേതാവിന് എന്തിനെന്ന് അഖിൽ മാരാർ ചോദിച്ചു. രാഷ്ട്രീയം സംസാരിക്കുന്നതിന് പകരം മതവും വർഗീയതയും ചർച്ചയാക്കുന്നതിൽ എതിർപ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. വർഗീയ ശക്തികളെ കൂട്ടി അധികാരത്തിൽ തിരികെ എത്താം എന്ന കാഴ്ചപ്പാട് രാഷ്ട്രീയമായി നല്ലതിനല്ല എന്ന് VD സതീശനെ വിമർശിച്ചു. RSSന് പഴയ വർഗീയതയില്ലെന്ന് കാന്തപുരം പറഞ്ഞ അംഗീകരിക്കുകയല്ലേ വേണ്ടെന്ന ചോദ്യവും അദ്ദേഹം ചോദിച്ചു. മുൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയം സംസാരിച്ചു. ഇതൊക്കെയായിരുന്നു അഖിലിൻ്റെ രാഷ്ട്രീയം ആദ്യകാലത്ത്. ഇടക്കാലത്ത് BJP അനുകൂല നിലപാടുകളും പ്രകടമാക്കി. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് വിയോജിച്ച് സ്വതന്ത്രമായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് 2015 കോട്ടാത്തല ബ്ലോക്കിലേക്കുള്ള മത്സരത്തിൽ വിജയിക്കാനായില്ല. അഖിൽ കോട്ടാത്തല എന്നൊക്കെയായിരുന്നു അക്കാലത്ത് പേരെന്ന് തോന്നുന്നു. ബിഗ് ബോസിൻ്റെ മലയാളം സീസൺ 5 വിജയിയായിരുന്നു അദ്ദേഹം. 2021 പുറത്തിറങ്ങിയ രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രം ഒരു താത്വിക അവലോകനത്തിൻ്റെ സംവിധായകൻ എന്ന നിലക്കാണ് അദ്ദേഹം സംവിധായകൻ എന്ന പട്ടം കൂടെ അദ്ദേഹത്തിനുള്ളത്. ഇതാണ് ശ്യാമിലി. നമ്മുടെ ശ്യാമിലിയുടെ RDX ആദ്യത്തെ ചർച്ച അഖിൽ മാരാറെ കുറിച്ചാണ്. അതായത് അഖിൽ മാരാർ രാഷ്ട്രീയമായിട്ട് എവിടെയെങ്കിലും ഒരു
കളത്തിലേക്ക് വരുമെന്ന് നമുക്കറിയാമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. നമ്മൾ അങ്ങനെ വാർത്തയുണ്ടായിരുന്നു, അദ്ദേഹം ചർച്ച തന്നെയും നടത്തിയെന്ന് വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അപ്രതീക്ഷിതമായ ട്വിസ്റ്റിലൂടെ ഇങ്ങനെ മാറിയിരിക്കുകയാണ്. എന്താ തോന്നുന്നത്? എനിക്ക് എപ്പോഴും അഖിൽ മാരാറിനെ പറ്റി തോന്നിയിട്ടുള്ളത് അയാളൊരു PR-ൻ്റെ ആൾരൂപമാണ്. അയാൾ സെൽഫ് PR-ൻ്റെ. അതുമാത്രമല്ല അയാൾ അരാഷ്ട്രീയതയുടെ ആൾരൂപവുമാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയമായി ചില കാര്യങ്ങളെ വീക്ഷിക്കുന്നവർക്ക് എപ്പോഴും ഒരു അടിത്തറയുണ്ടാവും. ഇയാൾക്ക് എപ്പോഴും എല്ലാ ഘട്ടത്തിലും ഒരു ചാഞ്ചാട്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു സിനിമ സംവിധാനം ചെയ്ത കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു, താത്വിക അവലോകനം എന്നാണ് അതിൻ്റെ പേര്. സന്ദേശത്തിന് ശേഷം ഇത്രയധികം അപ്പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന മറ്റൊരു സിനിമ മലയാളത്തിലുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. പുള്ളി ഒരു തിരക്കഥ അദ്ദേഹം തന്നെയാണ് എഴുതിയിട്ട് ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു തിരക്കഥ എഴുതുന്നത് പോലെ ഉണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു തിരക്കഥ എഴുതുന്നത് പോലെ എവിടെ കയ്യടി വീഴും, എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ പ്രതിച്ഛായ ഒന്ന് ഉയർത്താം എന്ന നിലയിലാണ് പുള്ളി അദ്ദേഹത്തിൻ്റെ കരിയർ മുഴുവൻ എല്ലാ കാലത്തും ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അത് അറിയണമെങ്കിൽ അയാളുടെ ഫേസ്ബുക്കിലൂടെ ഒന്ന് നമ്മളിങ്ങനെ കണ്ണോടിച്ച് നോക്കിയാൽ മതി, ബാക്കി പ്രസ്താവനകളിൽ കണ്ണോടിച്ച് നോക്കിയാൽ മതി. പിന്നീടാണ് അദ്ദേഹം ഈ ആദ്യ സിനിമ അത് പാടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് അയാൾ ബിഗ് ബോസിലേക്കൊക്കെ വരുന്നത്. അതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു അറ്റൻഷൻ അയാൾക്ക് ലഭിക്കുകയാണ്. സത്യത്തിൽ അയാൾ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി തന്നെയും കൂടിയായിരിക്കും സ്വാഭാവികമായും അയാൾ ബിഗ് ബോസിൽ പോയിട്ടുണ്ടാവുക. അവിടെ അയാൾ വിജയിയാവുന്നു. പിന്നീട് അയാൾ വലിയ തോതിൽ ഉദ്ഘാടക രംഗത്തേക്കൊക്കെ വരുന്നു. ഇത്ര പൈസ കിട്ടിയാൽ മാത്രമേ ഞാൻ ചില ഉദ്ഘാടനത്തിന് വരികയുള്ളൂ എന്ന് പോലും പറയാൻ മാത്രം നിലയിലേക്ക് അയാൾ ആ രീതിയിലേക്ക് അതിനെ വളരുന്നു. പിന്നീട് നമ്മളാണ് രാഷ്ട്രീയ ചായ്വുകൾ കാണുന്നത്. ഒരു ഘട്ടം സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഈ പറയുന്ന പോലെ ടെലിവിഷൻ റിയാലിറ്റി ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം രാഷ്ട്രീയമാണല്ലോ. നമ്മളുടെ ഇടയിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെയല്ലേ ഈ രീതിയിൽ സമൂഹത്തിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഘടകം എന്ന നിലയിൽ രാഷ്ട്രീയത്തിലും ഒരു കൈപ്പറ്റുന്നു. അപ്പോൾ ആ രീതിയിലുള്ള പോസ്റ്റുകളാണ് പിന്നീട് പുള്ളിയുടെ കാണുന്നത്. നമുക്ക് ഈ ഏറ്റവും സമീപകാല രാഷ്ട്രീയം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ പറ്റി നിരന്തരമായി പുകഴ്ത്തി പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടു കൊട്ടാരക്കരയിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അഖിൽ മാരാറിനെ പരിഗണിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ വരുമ്പോൾ തന്നെ ചെന്നിത്തലയുമായി ഒരു ഊണ് കഴിക്കുന്ന ഒരു ഫോട്ടോ ഇടുന്നു. അതുമാത്രമല്ല ആര് മുഖ്യമന്ത്രിയായാലും ഞാനുമായി ഏറ്റവും അടുപ്പമുള്ള ഒരാൾ ആയിരിക്കും അയാൾ എന്നുള്ളൊരു കോൺഫിഡൻസിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു. രാഷ്ട്രീയമായി അങ്ങനെ പോസ്റ്റ് ഇട്ടു, അത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ 2020 വരുന്നത്. അതിന് പിന്നിൽ നിൽക്കുന്ന NDA എന്ന വിശാല ആശയത്തെപ്പറ്റി വലിയ തോതിൽ വാചാലനാവുകയും ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് ഏറ്റവും ഉള്ളിൽ ആത്യന്തികമായി അയാൾക്കൊരു BJP ചായ്വ് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഏറ്റവും റീസെൻ്റായിട്ട് കേരള സ്റ്റോറിയെ പറ്റിയൊന്നും ഒരു പോയിന്റ് പോലും പറയാൻ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ പോലും ഈ സമൂഹത്തിൻ്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ അയാൾ തയ്യാറായിട്ട് കൂടിയില്ല. അപ്പോൾ അയാൾക്ക് ആ NDA എന്നുള്ള ആശയവും അങ്ങോട്ടേക്കുള്ള ഒരു പടി എന്ന നിലയ്ക്ക് മാത്രമാണ് 2020 കാണുന്നത്. ഈ കേരളത്തിൻ്റെ ഇക്കോസിസ്റ്റത്തിൽ കോൺഗ്രസിനെ പിടിച്ചുകൊണ്ട് ഞാൻ എന്നാൽ മുന്നോട്ട് പോയേക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം BJP പാളയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ സംഘി എന്ന ചാപ്പ കിട്ടാൻ സ്വാഭാവികമായും പുള്ളി ഇടപെടുന്ന മാധ്യമത്തിൽ വളരെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ സംഘി ചാപ്പ കിട്ടാൻ വേണ്ടി ആ ഘട്ടത്തിലാണ് ഈ പറയുന്നത് പോലെ 2020 ഒരു പാലം അങ്ങോട്ടിട്ടിരിക്കുന്നത്. അഖിൽ മാരാറിൻ്റെ സെൽഫ് PR-നും ഈ പറയുന്നത് പോലെ അരാഷ്ട്രീയതയ്ക്കും വേറെ എന്തെങ്കിലും ഒരു ഉദാഹരണം വേണോ? 2020 അടക്കം കൂടെ ഈ ചിത്രത്തിലേക്ക് വന്നേ പിന്നെ കറക്റ്റാണ്. അതായത് ഇതിനകത്ത് ഈ പറയുന്ന അരാഷ്ട്രീയതയ്ക്ക് ഇപ്പോൾ ഒരു മാർക്കറ്റുണ്ട്. അരാഷ്ട്രീയത തന്നെയും ഒരു രാഷ്ട്രീയമാണ്. ഇപ്പോൾ അതൊരു ഒരു രാഷ്ട്രീയ കക്ഷി തന്നെയായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 2020 അവരെ വിശേഷിപ്പിക്കുന്നത് ഞങ്ങൾ ഈ കൺവെൻഷണൽ രാഷ്ട്രീയ കക്ഷിയായിട്ടല്ല. എന്തിനാണ് ഞങ്ങൾ ഈ ഇടത് വലത് ഭാഗത്ത് കേരളത്തിലെ ഒരുപാട് കാലമായിട്ടുള്ള ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം എതിരായിട്ട് അവരെ പോലെയല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ വെൽഫെയർ ആയിട്ട് ഒരു ചെറിയ പ്രദേശത്തെ ഭയങ്കര ഗംഭീരമായിട്ട് ജീവിതം കൊണ്ടുപോകും. ഞാൻ മുതലാളിയാണ്, അദ്ദേഹം മുതലാളിയാണ് സാബു എം ജേക്കബ്. ഈ കോർപ്പറേറ്റ് പണം എടുത്തിട്ട് അവിടെയൊക്കെ ചെലവഴിച്ചിട്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു കേന്ദ്രമായിട്ടാണ് കേരളത്തിൽ മറ്റെവിടെ ഇല്ലാത്തൊരു സംഗതി ആയിട്ടാണ് അദ്ദേഹം അവിടെ കിഴക്കമ്പലത്ത് ഈ പഞ്ചായത്ത് ഭരണമൊക്കെ നടത്തിയത്. 2020 എന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാം വിചാരിച്ചിരുന്നത് കേരളത്തിലെ ഈ ഇടത് വലത് രാഷ്ട്രീയത്തിനകത്ത് മുറുകി നിൽക്കുകയാണല്ലോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം. ഈവൻ മൂന്നാമത് BJPക്ക് പോലും ഇടമില്ലാത്ത വിധം അങ്ങനെ മുറുകി നിൽക്കുന്ന സമയത്താണ് 2020 വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് അധികകാലം ആയുസ്സുണ്ടാവില്ല ഈ പാർട്ടിക്ക് എന്നാണ് കരുതിയിരുന്നെങ്കിൽ അങ്ങനെയല്ല സംഭവിച്ചത്. അവിടെ കുറേ കാലം അവരുണ്ടായി. അപ്പുറത്തുള്ള പഞ്ചായത്തുകളിലേക്കൊക്കെ ചെറുതായിട്ട് വ്യാപിച്ചു. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ ചെറിയ തിരിച്ചടിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അങ്ങനെ തെറ്റില്ലാത്ത വിധം അവർ അത്രയും കാലം അവർ നിന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങനെ ഒരു ഏരിയ കൂടെ ഉണ്ട് എന്ന് 2020 മനസ്സിലാക്കുകയും വിജയിപ്പിച്ച് കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അവിടേക്ക് വരുന്ന അഖിൽ മാരാർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതായത് ഇതിപ്പോൾ അഖിൽ മാരാർക്ക് 2020 വരുന്നത് 2020ക്കും ഗുണകരമാണ്, അഖിൽ മാരാർക്കും ഗുണകരമാണ്. കാരണം എന്താ വെച്ചാൽ ഈ ശ്യാമിൽ പറഞ്ഞ കാര്യത്തിൽ അതുണ്ട്. അതായത് ഇപ്പോൾ NDAയിലേക്ക് BJPയിലേക്ക് നേരിട്ട് പോയാൽ അതിൻ്റെ ചീത്തപ്പേര് എടുക്കണം.
കോൺഗ്രസിലേക്ക് നേരിട്ട് പോയാൽ അതിൻ്റെ ചീത്തപ്പേരെടുക്കണം. ഇവിടെ ആ ചീത്തപ്പേരില്ല. അതായത് എന്തുകൊണ്ട് ഇപ്പോൾ 2020 ചീത്തപ്പേരില്ലാഞ്ഞിട്ടോ വിമർശിക്കാനിട്ടോ അല്ല, പക്ഷേ 2020 ഇപ്പം വേണമെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഞാൻ രമേശ് ചെന്നിത്തലയുടെയും VD സതീശിൻ്റെ ആളാണ്, നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ച് വരാം. അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാനായിട്ടുള്ള നേതാവാണ് കേട്ടോ എന്ന് പറയാം. ഇതിനൊക്കെയുള്ളൊരു സോണായിട്ട് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ബുദ്ധിമാനായിട്ടുള്ള അഖിൽമാരാർ, ഈ PR പരിപാടിയിലൊക്കെ വളരെ ബുദ്ധിയുള്ള അഖിൽമാരാർ 2020 സെലക്ട് ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2020ക്കും ഇയാളുടെ രാഷ്ട്രീയം കറക്റ്റാണ്. അതായത് അരാഷ്ട്രീയമായിട്ടുള്ള ഒരു ലൈനാണ് മൂപ്പർക്ക് ആകപ്പാടെയുള്ളത്. അതുകൊണ്ട് അത് പിടിച്ചെടുത്താൽ കാര്യങ്ങൾ നിർത്താം. എന്നാൽ അതേസമയം ഈ അരാഷ്ട്രീയ പാർട്ടി ഏതിനോടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഈ വലിയ രാഷ്ട്രീയമല്ല ഉള്ളത്, മറ്റ് വികസനം മാത്രമാണുള്ളത് പറയുന്ന ആളുകൾ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ള, എന്നുവെച്ചാൽ 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സുഘടിതമായിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ള, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പഴയത് എന്ന് തന്നെ പറയാവുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇതിപ്പോൾ 2020 രണ്ട് തരത്തിലാണ്. ഒന്ന് നിങ്ങൾ കേരളത്തിൽ കാണുന്ന ഈ പഴയ രാഷ്ട്രീയ പാർട്ടികളുടെ കുഴപ്പങ്ങളുള്ള ഒരു പഴഞ്ചൻ സംവിധാനമല്ല എന്നാണ് അവർ നാട്ടുകാരോട് പറയുന്നത്. എന്നാലോ 100 വർഷത്തിലേറെ പഴക്കമുള്ള 1925 തുടങ്ങിയ RSSൻ്റെ അതിനു മുമ്പേ ഹിന്ദുത്വ രാഷ്ട്രീയമുണ്ട്. 1925 ആരംഭിച്ച RSSൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ 1980-കൾക്ക് ശേഷം BJP എന്ന രാഷ്ട്രീയ പാർട്ടി, അതിനു മുമ്പ് ജനസംഘം, അങ്ങനെ ഇത്രയും കാലം പഴക്കമുള്ള ഈ ഓൾഡ് രാഷ്ട്രീയ പാർട്ടി, ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ ചേർന്ന ഒരു അരാഷ്ട്രീയ സംവിധാനമാണിത്. അപ്പോൾ ഇത് വളരെ സുഘടിതമായിട്ടുള്ളൊരു സംവിധാനമായിട്ട് മുന്നോട്ട് അവർക്ക് കൊണ്ടുപോകണമെന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ അഖിൽമാരാർ അതിനകത്ത് വന്ന് നിൽക്കുന്നത്. പിന്നെ ഈ പറയുന്ന അഖിൽമാരാരുടെ പ്രത്യേകത എന്താ? നമ്മൾ ഈ ബിഗ് ബോസ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം, ലോകത്തെല്ലായിടത്തും റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് എന്ന നിലക്കാണല്ലോ രാഷ്ട്രീയം ഉള്ളത്, ഇടതുപക്ഷവും വലതുപക്ഷവും. ഇടക്കാലത്തൊക്കെ അങ്ങനെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒന്നും ഇല്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആളുകൾക്കെല്ലാം ലോകത്തെല്ലായിടത്തും അറിയാം, കൂടുതൽ സുഘടിതമായിട്ട് വന്നിരിക്കുകയാണ് ഈ രണ്ട് വേർതിരിവ്. അതിൽ VD സതീശനൊക്കെ ഇപ്പോൾ പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ BJP കൂടെ നമ്മുടെ കേരളത്തിലേക്ക് വന്നതോട് കൂടിയിട്ട് എക്സ്ട്രീം റൈറ്റ് വിങ് എന്ന ഒരു രാഷ്ട്രീയ പൊസിഷനിലേക്ക് BJP അവരവരെ പ്ലേസ് ചെയ്യുകയാണ്. കാരണം ഇവിടെ ഇല്ലാതിരുന്ന ഈ മതപരമായിട്ടുള്ള വിഭജനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ബുദ്ധിയുള്ള സതീശൻ അപ്പോൾ തന്നെ ഇടതുപക്ഷം പിടിക്കുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന മട്ടിൽ നെഹ്റു VN പാരമ്പര്യമൊക്കെ പറഞ്ഞ് ഇടതുപക്ഷത്താണ് ഞങ്ങളെന്ന് പറയേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ട്. അതിനകത്ത് വലതുപക്ഷത്തിലേക്ക് നേതാക്കളെ ഉണ്ടാക്കി കൊടുക്കുന്ന നഴ്സറിയാണ് ഈ ബിഗ് ബോസ് എന്ന പരിപാടി. നോക്കൂ, പഴയ രജത് കുമാറിനെ ഓർമ്മയുണ്ടോ? ആ രജത് കുമാർ നമ്മളയാളെ കാണുന്നത് ആദ്യം ഒരു വെള്ളയും ഇട്ടിട്ട് വെള്ള താടിയൊക്കെ വെച്ചിട്ട് പെൺകുട്ടികൾ ഓടിയാൽ ഗർഭപാത്രം വീണുപോകും എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടല്ലോ ശ്യാമലിക്കല്ലേ? അങ്ങനെ വന്നിട്ട് ആ തനി പിന്തിരിപ്പൻ വർത്തമാനം പറഞ്ഞ ഒരാളായിട്ടാണ് നമ്മൾ ഇയാളെ കണ്ടത്. ഇയാൾ പിന്നെയും സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. പിന്നെ നോക്കുമ്പോൾ ഇയാളെ കാണുന്നത് എന്താണ്? ബിഗ് ബോസിലേക്ക് പോകുന്നു. ഇയാൾ നേരെ ട്രാൻസ്ഫർമേഷൻ സംഭവിച്ചിട്ട് ഭയങ്കര വർണ്ണാഭമായ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് മുടിയും താടിയെല്ലാം കറുപ്പിച്ചിട്ട് വേറൊരു ലൈനിലേക്ക് മാറി. എന്നുവെച്ചാൽ ഈ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പിന്തിരിപ്പൻ വലതുപക്ഷ സംഗതികളെന്ന് പറയുന്ന കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം ആൾരൂപമായിട്ട് രജത് കുമാർ മാറി. അങ്ങനെ ഈ വലതുപക്ഷത്തേക്കുള്ള ഒരിക്കലും നിങ്ങൾ അവിടെ ചെന്നാൽ ഒരു ഇടതുപക്ഷക്കാരൻ വിജയിക്കില്ല, ഈ ബിഗ് ബോസിൽ വല്ലാത്തോതിൽ വിജയിക്കില്ല. പിന്നെ അത്ര സമർത്ഥനായിരിക്കണം, അവരുടെ ഗ്രൗണ്ടിൽ കയറി കളിക്കാൻ മാത്രം ശേഷിയുള്ള ഏതെങ്കിലും ഇടതുപക്ഷക്കാരൻ മാത്രമേ അവിടെ ജയിക്കൂ. അല്ലെങ്കിൽ എല്ലാ വലതുപക്ഷക്കാരാണ്. നമ്മൾ നോക്കോ, അപ്പോൾ ആ വലതുപക്ഷത്തിലേക്ക് ലീഡർഷിപ്പിനെ കൊടുക്കുന്ന, മുമ്പൊക്കെ അത് വേറെ ചില സംവിധാനങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ലീഡർഷിപ്പിനെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ ബിഗ് ബോസ്. ആ ബിഗ് ബോസിൽ വന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതിനൊരു വോട്ടുണ്ട്, ഒരു വോട്ട് ശതമാനം അതിനുണ്ട് നിശ്ചയമായിട്ടും. അപ്പോൾ അതിനകത്തേക്ക് വന്ന്, എന്നാൽ BJPയിലേക്ക് പോയാൽ ഈ പറയുന്ന പോലെ BJP ഓൾഡ് പാർട്ടിയാണ്. അപ്പോൾ അതിനകത്ത് അവരുടേതായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളൊന്നും അവർക്ക് വിട്ടുവീഴ്ച ഉണ്ടാക്കാൻ പറ്റില്ല. അതിപ്പോൾ CPM-നെ പോലെയും കോൺഗ്രസിനെ പോലെയും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നൊരു പാർട്ടിയാണ് BJP. ഞങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയമാണെങ്കിൽ ഞങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ്, അതിനകത്ത് പിന്നെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അവിടെ BJPക്കകത്തേക്ക് ഈ മട്ടിൽ പിന്നെ ഞാനൊരു സ്വതന്ത്ര ചിന്താഗതിക്കാരനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അതായത് മറ്റേ സിനിമയിൽ ഉമ്മർ പറയണ്ടല്ലോ, ഞാനൊരു സ്വതന്ത്ര ഒരു വികാര ജീവിയാണെന്ന് പറയുന്ന പോലെ അങ്ങോട്ട് ചെന്നാൽ അവിടെ പറ്റില്ല. അവിടെ നിങ്ങൾ പിന്നെ ഈ യോഗം തുടങ്ങുകയാണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ രാഷ്ട്രീയ ചിന്താഗതി അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര ചിന്താഗതി കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്നാൽ ആ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഈ പാർട്ടിക്കകത്ത് പറ്റും. പക്ഷേ ഞാൻ പ്രവചിക്കാൻ പോകുന്നൊരു കാര്യം, അഖിൽമാരാർ ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മളെ 2020 തന്നെ കാണണമെന്നില്ല. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഇവിടെ അടുത്ത് നമ്മുടെ ഒരു 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. അദ്ദേഹം CPIയുടെ ഒരാളായിരുന്നു, പക്ഷേ 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. ആ പാർട്ടിയിൽ പോയിട്ട് സ്വാഭാവികമായിട്ടും തോറ്റു. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ ആ പാർട്ടിയുടെ വേദിയിലൊന്നും കാണില്ല. അത് അവിടെ ചെന്ന് വേണമെങ്കിൽ മത്സരിക്കാവുന്ന, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വിട്ടുപോകാവുന്ന, അങ്ങനെ പ്രത്യയശാസ്ത്ര ബാധ്യതകളോ മറ്റ് ബന്ധ ബാധ്യതകളോ ഒന്നും ഇല്ലാത്തൊരു സംവിധാനമാണ്. അതുകൊണ്ട് അഖിൽമാരാർ പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഖിൽമാരാർ പക്ഷേ വലതുപക്ഷത്ത് തന്നെ ഉണ്ടാകും. കാരണം അഖിൽമാരാർ എതിർക്കുന്ന ഒരു പക്ഷമേ ഉള്ളൂ. അനുകൂലിക്കുന്ന പക്ഷം BJP അനുകൂലിച്ചിട്ടുണ്ട്, കോൺഗ്രസിനെ അനുകൂലിച്ചിട്ടുണ്ട്, ഇപ്പോൾ 2020 ആളായിട്ടുണ്ട്. ഇതുപോലുള്ള ഏത് സംവിധാനങ്ങളെയും അദ്ദേഹം അനുകൂലിക്കും. മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നത് നമ്മൾ കാണും, അങ്ങനെ ഏതിനെ അനുകൂലിക്കും. പക്ഷേ അദ്ദേഹത്തിന് ലെഫ്റ്റ് വിങ്ങിനോട് മാത്രം പ്രശ്നമായിരിക്കും. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത സംഗതി ലെഫ്റ്റ് വിങ് ആയിരിക്കും. അതാണ് അതിൻ്റെ കാര്യം. അത് ഇടതുപക്ഷത്ത്
സംവിധാനങ്ങളിൽ ഈ ഒരു സമീപ ഭൂതകാലത്തെങ്കിലും അദ്ദേഹത്തെ കാണുകയില്ല, സമീപഭാവി കാലത്തെങ്കിലും അദ്ദേഹത്തെ കാണുകയില്ല. പക്ഷേ അദ്ദേഹം ഉറപ്പായിട്ടും ഈ റൈറ്റ് വിങ് പാർട്ടികളിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാകും. അദ്ദേഹം മത്സരിച്ചാൽ തോൽക്കും എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. വിജയിക്കാനുള്ള എവിടെ പിന്നെ ഈ പറയുന്ന ഉറപ്പായിട്ടും വിജയിക്കുന്ന മണ്ഡലങ്ങളായിട്ട് BJP കണക്കാക്കിയിരിക്കുന്ന മണ്ഡലങ്ങളിലേക്കൊന്നും അഖിൽമാരാറെ കൊണ്ടുവരുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും ഇപ്പോഴത്തെ സ്ഥിതി, ഇപ്പോൾ കൊട്ടാരക്കര അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അഖിൽമാരാർ വിജയിക്കാനൊന്നും സാധ്യതയില്ല. പക്ഷേ നല്ല ഒരു താരസാന്നിധ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. BJPയുടെ രാഷ്ട്രീയം കൂടെ പറയുന്ന ഒരു 2020 വികസന രാഷ്ട്രീയം പറയുന്ന ഒരാളായിട്ട് അദ്ദേഹം തുടരും. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തെ നമുക്ക് വീണ്ടും ഈ നരേന്ദ്രമോദിജിയെയും VD സതീശനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇടക്കിടക്ക് സ്തുതിക്കുകയും മറ്റും ചെയ്യുന്ന ഒരാളായിട്ട്, CPM-നെ എക്കാലത്തും ഇടതുപക്ഷത്തെ എക്കാലത്തും എതിർക്കുന്ന ഒരാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അത് ഞാനിപ്പോൾ പ്രവചിക്കുകയാണ്. നമുക്കിത് അവസാനിപ്പിക്കാം. അഖിൽ കോട്ടാത്തലയിൽ നിന്ന് അഖിൽമാരാർ എന്ന പേരിലേക്കുള്ള മാറ്റം പോലെയാണ് അയാളുടെ നിലപാടുകളും എന്ന വിമർശനം സമീപകാലത്ത് പലരും ഉയർത്തിയിരുന്നു. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയെ അഭിമുഖങ്ങളിൽ പോയിരുന്ന് കുറ്റം പറഞ്ഞിട്ട് അതിൽ പങ്കെടുത്തയാളാണ് അഖിൽമാരാർ. ഷോയിലെ ജേതാവായതോടെ ആദ്യം പറഞ്ഞതെല്ലാം തൻ്റെ ടാക്ടിക്സ് ആണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസം വരെയും കോൺഗ്രസ്സുകാരനായാണ് സോഷ്യൽ മീഡിയയിൽ അഖിൽമാരാർ നിറഞ്ഞു നിന്നത്. VD സതീശനെയും രമേശ് ചെന്നിത്തലയും എല്ലാം ആവോളം പുകഴ്ത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള താല്പര്യം കോൺഗ്രസ് നേതൃത്വത്തെ അഖിൽമാരാർ അറിയിച്ചിരുന്നുവെന്നാണ് പുറത്തുവന്ന വിവരം. വിജയസാധ്യതയില്ലാത്ത മണ്ഡലത്തിലാണെങ്കിലും സീറ്റ് നൽകണം എന്നായിരുന്നു ആവശ്യം. പരിഗണിക്കാമെന്ന ഉറപ്പ് ആദ്യം ലഭിച്ചിരുന്നെങ്കിലും അതില്ലാതായതോടെയാണ് ഇപ്പോഴത്തെ കൂടുമാറ്റം എന്ന് വേണം കരുതാൻ. അഖിൽമാരാരെ BJPയിലെത്തിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമം നടത്തിയിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ നേരിട്ടല്ലെങ്കിലും 2020 അഖിൽമാരാർ ആ പാളയത്തിലും എത്തിയിരിക്കുന്നു. രാജ്യത്തിന് വേണ്ടി ശരികൾ സംസാരിക്കുമ്പോൾ സംഖ്യയായി ചിത്രീകരിക്കപ്പെടുന്നുവെന്നാണ് അഖിൽ ഇന്ന് പറഞ്ഞത്. ഇതുവരെയും പെരിഫറലായി മാത്രം രാഷ്ട്രീയം സംസാരിച്ചിട്ടുള്ള അഖിൽമാരാർ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാടിൻ്റെ സൂചന തന്നെയാണ് അത്.